നമസ്കാരം, എല്ലാവർക്കും RSP.Filmsൻ്റെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് കുറച്ച് മൂവി ന്യൂസ് നോക്കിയിട്ട് പോകാം. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ന്യൂസ് എന്ന് പറയുന്നുള്ളൂ. മെയിനായിട്ട് പറയാൻ പോകുന്നത് മഞ്ഞുമൽ ബോയ്സിൻ്റെ OTT കൺഫർമേഷനും അതോടെ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യൻ്റെ ബുക്കിംഗ് സ്റ്റാറ്റസുമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് തന്നെ കിടക്കാം. അർജുൻ ദാസ് നായകനായി വരുന്ന അടുത്തൊരു പടമാണ് ഇനി രസവതി എന്ന് പറയുന്ന പടം. ഈ പടത്തിൻ്റെ ടീസർ നാളെ റിലീസാകുന്നതായിരിക്കും. നമ്മുടെ പ്രഭാസ് നായകനായി വരുന്ന അത്യാവശ്യം നല്ല ഹൈപ്പിലും നല്ല ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു പടമാണ് കൽക്കി 2898 എന്ന് പറയുന്ന പ്രഭാസ്, ദീപിക പടുക്കോനെ, ദുൽഖർ സൽമാൻ ക്യാമിയോ, അങ്ങനെ ഇഷ്ടം പോലെ താരനിര വരുന്ന ഒരു ഹൈ ബഡ്ജറ്റ് പടമാണ് കൽക്കി. പടം ഈ വരുന്ന മെയ് മാസമായിരുന്നു തിയേറ്ററിലേക്ക് ഇറങ്ങുന്നത്, മെയ് 9. പക്ഷെ അന്നേരം അവിടെ ഇറങ്ങുന്ന റീജിയനിൽ മറ്റേ എലക്ഷൻ നടക്കുന്നത് കാരണം പോസ്റ്റ്പോണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 27 പടം തിയേറ്ററിലേക്ക് എത്തുമെന്ന് ഒഫീഷ്യലി അവരുടെ ടീം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് വിജയ് ദേവരക്കൊണ്ട നായകനായി ഇറങ്ങിയ ഒരു തെലുഗു പടമായിരുന്നു ദ ഫാമിലി സ്റ്റാർ എന്ന് പറയുന്ന പടം അത്യാവശ്യം നെഗറ്റീവ് റിവ്യൂസൊക്കെ കിട്ടി. തിയേറ്ററിൽ 8 നില പൊട്ടിയ പടമാണ്. സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ ആമസോൺ പ്രൈം വഴി നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ പോവുകയാണെങ്കിൽ ഈ പടം തെലുഗു തമിഴ് വെർഷനിൽ കിട്ടും. എന്നുവെച്ചാൽ 2 ലാംഗ്വേജിൽ കിട്ടും. മലയാളവും ഹിന്ദിയും വരുന്ന റെസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ് ഇവിടെ റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ലുക്മാൻ, സണ്ണി വെയിൻ, വിനയ് ഫോർട്ട് എന്നിവരൊക്കെ നായകനായി വരുന്നൊരു പുതിയ പടമാണ് പെരുമാനി എന്ന് പറയുന്ന പടം. പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് പോയാൽ ട്രെയിലർ കാണാം. അതുപോലെ തന്നെ നടികർ തിലകത്തിൻ്റെ ട്രെയിലറും ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഈ ഇടയ്ക്ക് തെലുങ്കിൽ കൂടെ വൈറലായ വേറെ പടമാണ് ടില്ലു സ്ക്വയർ എന്ന് പറഞ്ഞ പടം. 2022 പുറത്തിറങ്ങിയ DJ ടില്ലുവിൻ്റെ ഒരു സീക്വലും കൂടെയാണ് ടില്ലു സ്ക്വയർ. പടം ഇന്നലെ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ഏകദേശം 100 കോടിക്ക് മേലെ കളക്ഷൻ എത്തി. യൂത്ത് ഓഡിയൻസിനായിട്ട് ഭയങ്കര വൈറലായ ഒരു പടമായിരുന്നു. നല്ല പടമാണ്. ഇന്നലെ നെറ്റ്ഫ്ലിക്സ് വഴി എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ പോയാൽ പടം ഇപ്പോൾ തെലുഗു, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിൽ കിട്ടുന്നതായിരിക്കും. കുറേ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇഷ്ടം പോലെ മുതിർന്നവർക്കും ഇഷ്ടമുള്ള പടമായിരിക്കും കുങ്ഫു പാണ്ട 4. കുങ്ഫു പാണ്ട 4 ഇപ്പോൾ റെൻറ്റഡ് വെർഷനിൽ എന്ന് വെച്ചാൽ ഒരു ഫിക്സ്ഡ് കാശ് കൊടുക്കുമ്പോൾ പ്രൈം വീഡിയോ നമുക്ക് റെൻറ്റായിട്ട് തരും. ആ റെൻറ്റഡ് വെർഷനിൽ ഇപ്പോൾ പ്രൈം വീഡിയോ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ വേണം പ്രൈമിൽ പോയിട്ട് നമുക്ക് റെൻറ്റ് ചെയ്ത് പടം കാണാവുന്നതാണ്. സമന്ത മെയിൻ റോളിൽ വരുന്ന പുതിയൊരു പടമാണ് ബാങ്കരം എന്ന് പറയുന്ന പടം. പടത്തിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ ഇന്ന് സമന്ത പുറത്ത് ഒഫീഷ്യലി വിട്ടിട്ടുണ്ടായിരുന്നു. പടത്തിനെ പറ്റി വലിയതായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പോസ്റ്റർ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉടൻ അപ്ഡേറ്റ്സുകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ന്യൂസിലേക്ക് കിടക്കാം. മഞ്ഞുമൽ ബോയ്സ് സിനിമയെ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ അതിൻ്റെ OTT റിലീസ് ഇപ്പോൾ ഫൈനലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ വരുന്ന മെയ് 5 പടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയ് 5 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പോയ മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണാൻ പറ്റും. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന പടം മെയ് 1 തിയേറ്ററിലോട്ട് എത്തുന്നത്. നിവിൻപോളി, ധ്യാൻ, അനശ്വരാജൻ എന്നിവരൊക്കെയാണ് പടത്തിൽ മെയിൻ കഥാപാത്രങ്ങൾ എത്തുന്നത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ 1-2 ദിവസം മുമ്പായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് തന്നെ കാണുന്നുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്യാവശ്യം എല്ലാ സീറ്റുകളും തന്നെ പോയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി പടം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പടം ഇറങ്ങിക്കഴിഞ്ഞ് കാണാം. ക്ലാഷ് റിലീസിനാണ് ഇറങ്ങുന്നത്. നടികർ കൂടെ ഇറങ്ങുന്നുണ്ട്. മെയ് 3 നടികർ. അപ്പോൾ ഏത് പടം വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റ.